കരുണാപയോധി മമ ഗുരുനാഥനിസ്തുതിയെ വിരവോടു പാർത്തു പിഴവഴി പോലെ തീർത്തരുൾക. ദുരിതാബ്ദിതൻ നടുവിൽ മറിയുന്നവർക്കു പുനർ ഒരു ബോധമായി വരിക. നാരായണായ നമഃ. ഒരു കാലത്ത് രൈബ്യൻ എന്ന് പറഞ്ഞിട്ടും ഭരദ്വജൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് മുനികൾ രണ്ട് പർണശാല അടുത്തടുത്ത് കെട്ടി താമസമായിരുന്നു. ഈ രൈബ്യന് രണ്ട് പുത്രന്മാരാ, അർവസുവും പരവസുവും. എന്നാൽ ഭരദ്വജന് ഒരു പുത്രനേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേര് യവകൃതൻ എന്നായിരുന്നു. ഈ രൈബ്യൻ്റെ പുത്രന്മാർ അർവസുവും പരവസുവും നല്ലോണം പഠിക്കും. അവർ വലിയ ജ്ഞാനികളായി തീർന്നു. എന്നാൽ ഈ ഭരദ്വജൻ്റെ പുത്രൻ ഉണ്ടല്ലോ, യവക്രീതൻ, അവന് ഈ പഠിപ്പിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനൊരു മണ്ടനായി ഭവിച്ചു. ജനങ്ങളുടെ ഇടയിൽ രൈബ്യനും പുത്രന്മാർക്കും വലിയ അംഗീകാരമായിരുന്നു. ഹോമങ്ങൾക്ക് വിളിച്ചു കൊണ്ടുപോവുക, പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി വന്ന് കൊണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുരുകുലം മാതിരി എല്ലാവരും വന്നു എത്തിയത് രൈബ്യൻ്റെ പർണശാലയിലാണ്. ഇത് കണ്ടിട്ട് ഭരദ്വജന് ചെറിയ അസൂയ. എൻ്റെ മോനിതുമാതിരി ആയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ മണ്ടനായിട്ടാണ് വളരണേ. ഇത് കണ്ടപ്പോൾ യവക്രീതനും നല്ലൊരു വിഷമം തന്നെയാണ്. അടുത്ത പർണശാലയിലേക്കാണ് എല്ലാവരും പോണത്, എല്ലാവരും അവരെയാണ് ബഹുമാനിക്കണത്. എന്തുകൊണ്ടാ? എനിക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ടല്ലേ എൻ്റെ അച്ഛനും ഞാനും അപമാനിതരാവണത് എന്നൊരു തോന്നൽ. ഒരു ദിവസം യവക്രീതൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ തപസ് ചെയ്യാൻ പോവുക, തപസ് ചെയ്ത് ഇനി ജ്ഞാനം ഉദിച്ചാലേ ഇങ്ങോട്ട് വരുള്ളൂ. അതും പറഞ്ഞ് യവക്രീതൻ തപസ്സിന് പോയി. തപസ് തുടങ്ങി. കുറച്ചു കാലം അങ്ങനെ തപസ് ചെയ്തപ്പോൾ ഇന്ദ്രൻ പ്രത്യക്ഷനായി. എന്ത് വരാ വേണ്ടേ? അപ്പം അവൻ പറഞ്ഞു, ഞാനൊരു മന്ദബുദ്ധിയാണ്, പഠിച്ചാൽ ഒന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് പഠിക്കാണ്ട് തന്നെ എല്ലാ വിദ്യയും എന്നിൽ ഉണ്ടാവണം, എന്നിൽ ഉദിച്ചു വളരണം എന്ന് ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, മനുഷ്യ പ്രയത്നം കൊണ്ട് സമ്പാദിക്കാവുന്നതാണ് അറിവ്. അതിന് പഠിപ്പാണ് ഏറ്റവും നല്ല വഴി. നല്ലവണ്ണം പഠിക്കുമ്പോൾ നിങ്ങളിൽ ജ്ഞാനോദയം തന്നെത്താനെ ഉണ്ടായിക്കോളും. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് തപസ്സൊന്നും ചെയ്യണ്ട യവക്രീത എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അപ്രത്യക്ഷനായി. യവക്രീതന് നിരാശയൊന്നും ഉണ്ടായില്ല. താൻ വിചാരിച്ച് സാധിച്ചില്ലല്ലോ, എന്നാൽ ഞാൻ സാധിപ്പിച്ചേ അടങ്ങൂന്നായി. രണ്ടാമതും തപസ് തുടങ്ങി. ഇത്തവണ ചില്ലറ തപസ്സൊന്നുമല്ല, അതികഠിനമായ തപസ്സാ. ഭക്ഷണം നിർത്തി, ജലപാനം നിർത്തി, ദേഹത്തിൻ്റെ ഓരോരോ ഭാഗത്തുനിന്ന് മാംസകഷ്ണങ്ങൾ മുറിച്ച് ഹോമിക്കാൻ തുടങ്ങി. തപസ്സിൻ്റെ കാഠിന്യം എല്ലാവരും അറിഞ്ഞു. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്ന് നിവർത്തിച്ചു കൊടുക്കുമെന്ന് ഋഷിമാരെ ഒന്നിച്ചു വന്ന് ഇന്ദ്രനോട് അഭ്യർത്ഥിച്ചു. ഇന്ദ്രൻ വീണ്ടും പ്രത്യക്ഷനായി. യവക്രീതൻ തൻ്റെ ആവശ്യം അതേമാതിരി തന്നെ അവതരിപ്പിച്ചു. എന്താ? പഠിക്കാൻ തന്നെ എന്നിൽ ജ്ഞാനോദയം ഉണ്ടാവണം. ഇന്ദ്രൻ സമ്മതിച്ചു, വരവും കൊടുത്തു. അതുമാത്രമല്ല, ദേഹത്തിലെ മാംസങ്ങളൊക്കെ മുറിച്ച് ഹോമിച്ച് ആള് ആകെ വികൃതനായിരിക്കണു. ഇന്ദ്രൻ്റെ വരപ്രസാദം കൊണ്ട് അതും പൂർവസ്ഥിതിയിൽ തന്നെയായി. സന്തോഷമായി. യവക്രീതൻ തിരിച്ചെത്തി ഭരദ്വാജനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് അങ്ങനെ താഴേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഭരദ്വാജനും യവക്രീതനും തോന്നുകയുണ്ടായി. എന്നാൽ ഈ രൈബ്യൻ്റെ പുത്രന്മാർ അർവസും പരവസും അവർ ജ്ഞാനം കൊണ്ട്
വലിയവരാണേ. ജ്ഞാനം കൂടെ കൂടെ എന്താ വിനയം ഉണ്ടാവും. അതാണ് അവരിൽ. അതുകൊണ്ട് അവർക്ക് ഈ ഭരദ്വാജൻ്റെയും പുത്രൻ്റെയും കാര്യത്തിൽ യാതൊരു അസൂയ ഉണ്ടായിരുന്നില്ല. പണ്ട് അവർക്ക് ജ്ഞാനമില്ലാത്ത കാലത്തും അവർക്ക് സ്നേഹം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് പറയണത്, നിറകുടം തുളുമ്പില്ല. അറിവ് കൂടെ കൂടെ നമ്മളിൽ വിനയം ഉയർന്നു വരും. ഭഗവാനെ, ഈ കഥ കേൾക്കുന്ന എല്ലാവരുടെ മനസ്സിലും ജ്ഞാനോദയം ഉണ്ടായി എല്ലാവരെയും ഉദ്ധരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.